ഇന്നലെയാണ് ഞാൻ ഡൽഹിയിൽ പാർലമെന്റ് നടക്കുകയാണ്, ഇന്നലെയാണ് പറഞ്ഞത്. ശരിക്കും ഇന്നാണ് വരുന്നത്. കാരണം ഒരു ദിവസം കൂടി അഡ്വാൻസ് ആയിട്ട് പാർലമെന്റ് മുടങ്ങി. കാരണം ഹോളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു നോട്ടീസ് വന്നു എന്ന് ഞാൻ വൈകുന്നേരമാണ് അറിയുന്നത്. കാരണം വന്നുള്ള എല്ലാ അവിടെ നമ്മൾ നോക്കില്ലല്ലോ, എല്ലാ ഓഫീസിൽ കൊണ്ടുപോയി നോക്കിയതിന് ശേഷമാണ് ഇങ്ങനെ EDയുടെ ഒരു നോട്ടീസ് വന്നിട്ടുണ്ടെന്ന് അറിയാൻ കഴിയും. അത് ഇന്നലെ ഹാജരാവണമെന്ന് പറഞ്ഞിട്ടാണ് നോട്ടീസ്. സ്വാഭാവികമായിട്ടും അറിയാമല്ലോ, ഇന്നലെ ഹാജരാകാൻ കഴിയില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് EDക്ക് അപ്പം തന്നെ നമ്മൾ ED ഓഫീസിലേക്ക് വിവരം കൊടുത്തു, ഹാജരാവാൻ കഴിയില്ല, പാർലമെൻറ്റ് കഴിയുന്നവരെ നമുക്ക് ഹാജരാകാൻ കഴിയില്ല എന്ന് പിന്നീട് കത്തും കൊടുത്തു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാം. അപ്പോൾ EDയുടെ പ്രധാനമായിട്ട് അതിൽ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല, ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കും. അവർ ചോദിച്ചിരിക്കുന്നത് നമ്മളെ എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കാൻ വേണ്ടി, കാരണം ഇന്ന കാര്യം ഡോക്യുമെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഡോക്യുമെൻറ്റ്സായിട്ട് നമുക്ക് ഹാജരാകും. നമുക്കതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. ഏത് അന്വേഷണം വന്നാലും അതിനെ നമുക്ക് എന്തുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്റാണ് അവർ പറയുന്നത്? ഒരു അതിൻ്റെ ബാങ്ക് അക്കൗണ്ട്, അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, മറ്റ് പിന്നെ ആസ്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഈ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് താങ്കൾ പ്രവർത്തിച്ചിട്ടില്ലല്ലോ, അപ്പം എന്തിനാ ഈ ഒരു കേസിൽ? ഈ കേസാണ്, എന്ത് കേസാണെന്ന് എനിക്കറിയില്ല. അതിൽ പർട്ടിക്കുലർ ഇന്ന കേസാണെന്ന് പറയുന്നില്ല, ഇങ്ങനെ മാത്രമാണ് പറയുന്നത്. അല്ലാതെ കരുവന്നൂർ കേസ് എന്ന് പറഞ്ഞിട്ടൊന്നും, അല്ലെങ്കിൽ കരുവന്നൂർ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിന് ഹാജരാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്. മറ്റു പല കാരണങ്ങളാണ്. ഈ ED നിരന്തരം എല്ലാവരെയും, ഈ പ്രത്യേകിച്ച് തൃശ്ശൂരിലെ CPM നേതാക്കളെ നിരന്തരം ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോ അതിന്റെ ഒരു ഭാഗമാക്കായി തന്നെയാണോ? സംശയം എന്താ, ED അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എതിരാളികളെ എങ്ങനെ ചർച്ച ചെയ്യാൻ കഴിയും മാത്രമാണ്. EDക്ക് അങ്ങനെ സ്വതന്ത്രമായിട്ട് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നതൊന്നും നമുക്കെതിരല്ല. പക്ഷേ ഏകപക്ഷീയമായിട്ട് തങ്ങൾക്കെതിരായി നിൽക്കുന്ന പ്രസ്ഥാനങ്ങളെയും നേതാക്കളെയും ഇല്ലാതാക്കുക എന്നുള്ള ഒരു അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട്. അത് ഇവിടെ മാത്രമല്ല, ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഉള്ള കാര്യം. നമുക്കതിനെ സംബന്ധിച്ച് ഏത് അന്വേഷണത്തെയും നേരിടാൻ ഒരു ഭയമില്ല. ഏത് അന്വേഷണം സ്വത്ത് സമ്പാദിച്ചെന്ന് പറഞ്ഞിട്ടില്ലേ, അത് സ്വത്ത് സമ്പാദിച്ചതിനെ കുറിച്ചിട്ട് ആരൊക്കെ എങ്ങനെയൊക്കെ അന്വേഷിച്ചോട്ടെ, അത് അന്വേഷിക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. അന്വേഷിച്ച് കണ്ടെത്തണം. കരുവന്നൂർ കേസിൽ ഇപ്പം പിടിച്ചെടുത്ത സ്വത്തുകളൊക്കെ ഇപ്പം നിക്ഷേപകർക്ക് തിരിച്ചു നൽകാനായിട്ടുള്ള നടപടികളൊക്കെ